ഇത് നമ്മുടെ ഫാഷൻ ഫുട്ടാണ്. ഞാൻ ഈ ഫാഷൻ ഫുട്ട് ജ്യൂസ് അടിക്കാൻ പോവാ. നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഇഷ്ടം പോലെ കിട്ടും. പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാവാത്ത ഒരു നാട്ടിലാണ് ഞാൻ ഉള്ളത്. അവിടെ അവിടെ വെച്ച് പിടിപ്പിച്ച് ഞാനത് എന്നും ഡെയിലി ജ്യൂസ് അടിക്കുന്നുണ്ട്. അപ്പം അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഇത് കാണുമ്പോൾ അങ്ങനെ തോന്നും എന്താണ് ഇതിലൊരു സ്പെഷ്യലെന്ന്. പക്ഷേ ഇതുണ്ടാവാത്തൊരു നാട്ടിൽ ഞാനിത് ഉണ്ടാക്കി ജ്യൂസ് അടിക്കുന്നു. അതാണ് അതിൻ്റെ സ്പെഷ്യൽ. നമ്മളതിൻ്റെ പൾപ്പ് എല്ലാം ഇതിനകത്തോട്ട് മിക്സിയിലോട്ട് ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒത്തിരിയൊന്നും അടിക്കണ്ട. അടിച്ചതിൻ്റെ ഈ അരിയൊക്കെ ഇങ്ങനെ അരഞ്ഞു പോകുന്ന രീതിയിലേക്ക് മാറ്റണ്ട. ഒരു 5-6 കറക്ക് ഇറക്കിയാൽ മതി. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനങ്ങ് പറയുക ചുമ്മാതെ. നമ്മുടെ ജ്യൂസ് ഇവിടെ ഓക്കെ ആയി. കണ്ട കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ, കുടിക്കാനും അത്രയ്ക്കും ടേസ്റ്റാണ്. എൻ്റെ ചെറുതിലൊക്കെ ഞാൻ ഈ കുറച്ച് പഞ്ചാരയിട്ട് അങ്ങനെ അങ്ങ് കഴിക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടെ കുട്ടികൾക്ക് അങ്ങനെ കൊടുത്താൽ അവർ കഴിക്കത്തില്ല. ഇതുപോലെ ജ്യൂസ് അടിച്ച് കൊടുക്കണം. എങ്ങനെയുണ്ട്, കൊള്ളാമല്ലേ? ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ഇഷ്ടം പോലില്ലേ, ഇതൊക്കെ അങ്ങോട്ട് കുടിച്ചോ. ഞാനിവിടെ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര മണവുമാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ കേരളക്കാർക്ക്. എന്തായാലും ചെയ്ത് നോക്കൂ.